വോൾട്ടറിന്റെ പിള്ളേരെ തൊടുന്നോട്ടാ. ഈ ന്യൂ ജനറേഷൻ എന്നതാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ പുതുമകളൊക്കെ ഉണ്ടാവുമെന്ന് പിള്ളേര് പറഞ്ഞായിരുന്നു. അവിടെയാണ് ആ ബിൽഡപ്പിലാണ് നമ്മുടെ വാൾട്ടർ ലോപ്പസ് ഗുഹയ്ക്ക് സാക്ഷാൽ മെഗാസ്റ്റാർ മമ്മൂക്ക. അയ്യേ അതപ്പതരം വാൾട്ടറിന്റെ പിള്ളേരെ തൊടുന്നോടാ, ഇങ്ങനെ ഒരു പരിപാടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു വെറുപ്പിക്കും. ആളുകൾ വെറുപ്പിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം വന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര റിസപ്ഷൻ ആയിരുന്നേ. കാരണം ഫാൻസ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. കോമഡി പീസ് പറഞ്ഞത് അസല് കോമാളി ക്യാരക്ടർ. ഞാൻ എന്നിട്ട് പെർഫോം ചെയ്ത പിന്നെ അവര് ചുമ്മാ ഓരോ കുറ്റം ഉണ്ടാക്കി പറയാ. അതിന് എന്താ പുള്ളി ഒന്ന് കാണിച്ചു പോയേക്കുന്നേ. അതിന് കറക്റ്റ് ബസൂക്ക 2.0. അത് വില്ലന്മാർ ഇപ്പൊ കോമഡി അതാണ് ബസൂക്കയുടെ അതേ മാനറിസംസ്. അതായത് നാവ് കടിക്കുക, പല്ലിളിക്കുക, കണ്ണുരുട്ടുക. കാണിച്ചു തരൂ. എന്നിട്ട് സാർ കൂതറ കോസ്റ്റ്യൂംസ്, കൂത്തറയും മോശം കോസ്റ്റ്യൂംസിൽ അടുത്തായിരുന്നു മമ്മൂക്കനെ കണ്ടിട്ടില്ല. ഒന്ന് നിർത്തണ മക്കളെ, എന്റെ മാനം കളയാതെ ഒന്ന് പോട പിള്ളേരെ. വെറും അബദ്ധം കോസ്റ്റ്യൂം. എന്നിട്ട് ചപ്പടാച്ചി വിഗും. അത് എന്റെ മുടിക്ക് കളർ അടിച്ച് എങ്ങനെ ഉണ്ടാവും, ഏകദേശം അതുപോലെ ഉണ്ട്. എന്തൊക്കെയായിരുന്നു അമ്പും വില്ലും ഒലക്കട മൂട്. എന്നിട്ട് ഡയലോഗ് ഡെലിവറി വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാ പുള്ളി പറയുന്നേ. എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു, നിനക്കൊല്ല കേൾക്കാൻ പറ്റണ. അതായത് ആ ഫോട്ടോ വെച്ച് സ്ലാങ്ങിൽ എന്തൊക്കെയോ പറയാ. ഇത് കോമഡിയാണോ ഉദ്ദേശിച്ചത് അതോ മാസാണോ ഉദ്ദേശിച്ചത്? ക്യാമറ ട്രിക്കല്ലേ? അപ്പൊ ഈ ക്യാമറ സമ്മതിക്കണല്ലോ. എന്നിട്ട് പുള്ളിയെ കൊണ്ടുപോയിട്ട് പാരലൈസ്ഡ് ആയിട്ട് പിന്നെ വീൽ ചെയറിൽ ഇരിക്കുന്ന സായികുമാറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് മമ്മൂക്കനെ കൊണ്ടച്ചെങ്കിരുത്തി. എന്നിട്ട് പുള്ളി ഇരുന്ന് ഇങ്ങനെ അടി കാണും. അതാണ് പഞ്ചി. അതായത് ഇങ്ങനത്തെ ഒരു ആക്ഷൻ പടത്തിൽ ക്യാമിയോ വരുമ്പോൾ അതിന് മുകളിൽ ഒരു ആക്ഷൻ ചെയ്യാൻ പറ്റിയ നടനായിരിക്കണം ഒന്നുകിൽ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അങ്ങനത്തെ ഒരു സംഭവം ഒരു ഫീൽ ചെയ്യിപ്പിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ഓറെങ്കിലും ഫീൽ ചെയ്യിപ്പിക്കണം. ലാഡ്ലിയെ കാണുമ്പോ എനിക്കത് ഇല്ല. സോറി ട്ടോ. ഇത് ഒരു ആക്ഷൻ പടത്തിൽ വന്നിട്ട് അവസാനം കോമഡി ആയി കളഞ്ഞു. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.